Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2015 ചോദിച്ചിട്ടുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ് ട്രാൻസ്ഫോമേഴ്സ് ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് AC വോൾട്ടേജ്. ഫസ്റ്റ് വൺ, state the principle of a transformer, and B, explain with the help of a label diagram the working of a transformer, and C, explain briefly any 3 energy losses in a transformer. So first question എന്താണ് പറഞ്ഞിട്ടുള്ളത്? ട്രാൻസ്ഫോമർ either increase or decrease AC voltage. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? അടുത്ത കേസിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേബൽ ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 3 എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. അതായത് ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും 3 എനർജി ലോസസ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ? അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇനി എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? അതായത് whenever a flux changed with the first coil changes and EMF is induced in the second coil. അപ്പൊ ഈ ഫിനോമിനൻ ആണ്, അതായത് പ്രൊഡക്ഷൻ ഓഫ് EMF in the second coil due to change in flux in the first coil is called mutual induction. അതായത് ഫസ്റ്റ് കോയിലിൽ ഉണ്ടാവുന്ന EMF ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം അതിന്റെ സെക്കൻഡ് കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് EMF ഇൻ ദ സെക്കൻഡ് കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ ദ ഫസ്റ്റ് കോയിൽ ഇസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. ഹൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു ചേഞ്ച്, അതായത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വാല്യൂ ഓഫ് കറണ്ട് ഓർ വോൾട്ടേജ് ഇൻ എൻ AC സോഴ്സ് ആണ്. ഓക്കെ, ഇനി ഒരു ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി എ സോഫ്റ്റ് അയൺ കോർ മെയ്ഡ് അപ്പ് ഓഫ് ലാമിനേഷൻസ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ. അതായത് ഒരു സോഫ്റ്റ് അയൺ കോർ ആണ് അതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടായിരിക്കും. ഇനി ദാറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് ലാമിനേഷൻസ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ ആൻഡ് ദിസ് ഇസ് യൂസ് ടു റിഡ്യൂസ് ദ എഡ്ഡി കറണ്ട്. അതായത് എഡ്ഡി കറണ്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ 2 കോയിൽസ് ഉണ്ടാവും. 2 കോയിൽസ് ആർ വൂണ്ട് ഓൺ ദിസ് കോർ. ഈ കോറിൽ 2 കോയിൽസ് വൂണ്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണത്തിനെ നമ്മൾ പ്രൈമറി എന്ന് പറയും ആൻഡ് അതർ ഈസ് കോൾഡ് സെക്കൻഡറി. ഓക്കെ, അപ്പോ പ്രൈമറി എന്ന് പറയുന്നതാണെങ്കിൽ the coil to which energy is given. അതായത് ഏതിലേക്കാണോ നമ്മൾ എനർജി കൊടുക്കുന്ന ആ കോയിലിനെയാണ് എന്ത് പറയുന്നത്? the primary coil എന്ന് പറയുന്നത്. and from which energy is taken is called secondary coil. okay, ഈ എനർജി ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെയായിരിക്കും? സെക്കൻഡറി കോയിലായിരിക്കും. ഇനി എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ V1 N1 എന്ന് പറയുന്നതാണ് വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ഓക്കെ, അതായത് V1 N1 എന്ന് പറയുന്നത് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ഇൻ ദ പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ V2 N2 എന്തായിരിക്കും? വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും എവിടെ ഉള്ളതായിരിക്കും? സെക്കൻഡറിയിൽ ഉള്ളതായിരിക്കും. ദാറ്റ് ഈസ് V1 and N1 ആർ ദ വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് V2 and N2 are the voltage and number of turns in the secondary. ഇനി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് when AC is passed, what will happen? There will be a change in magnetic flux produced in the primary. അതായത് AC കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് പ്രൈമറിയിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ബി ദർ ഇൻ ദ പ്രൈമറി. ഇനി ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ത് ചെയ്യും? ദാറ്റ് വിൽ പാസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. അപ്പോ അവിടെ 5-1 5-2 ആണ് മാഗ്നറ്റിക് ഫ്ലക്സസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സുകൾ എന്നുണ്ടെങ്കിൽ 5-1 വിൽ ബി പ്രൊപ്പോർഷണൽ ടു N1 ആൻഡ് 5-2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു N2. ഇനി ഇവയെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ കിട്ടും? 5-1 ഡിവൈഡഡ് ബൈ 5-2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 5-1 by 5-2 is equal to N1 by N2 ഈക്വൽ ആയിരിക്കും. അതായത് V1 by V2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? N1 by N2 ഈക്വൽ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ എ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ്, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ആർ ദ എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 3
എനർജി ലോസസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ജൂൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ജൂൾ ലോസ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കോയിൽ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അതായത് വെൻ കറണ്ട് ഈസ് പാസ്ഡ് ദ കോയിൽ ഈസ് ഹീറ്റഡ്, അതായത് കോയിൽ വിൽ ബി heated and this energy loss is called joule loss അല്ലെങ്കിൽ അതിനെ കോപ്പർ ലോസ് എന്നാണ് പറയാ. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, തിക്ക് വയേഴ്സ് യൂസ് ചെയ്യും. ഇനി എഡി കറണ്ട് ലോസ് ഉണ്ട്, അതായത് അത് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസിങ് ലാമിനേറ്റഡ് കോഴ്സ് നമ്മൾ പറഞ്ഞു. അതായത് ട്രാൻസ്ഫോമറിന്റെ കോറിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ലാമിനേറ്റഡ് കോർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം എന്താണ്, എഡി കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലാമിനേറ്റഡ് കോർ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ, ദസ് എഡി കറണ്ട് ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ എഡി കറണ്ട് ലോസ് ആണ് മറ്റൊരു ലോസ് ഇൻ ട്രാൻസ്ഫോമർ. അപ്പൊ എങ്ങനെ എഴുതാം, eddy current can be eddy current loss can be minimized by using laminated cores. Laminated core increases the resistance of the coil, thus eddy current decreases. അടുത്ത കേസ് എന്താണ്, hysteresis loss ആണ്. When the iron core undergoes cycles of magnetization, energy is lost. അതായത് അയൺ കോറിന് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, എനർജി ലോസ് ഉണ്ടാവും. ദിസ് ലോസ് ഈസ് കോൾഡ് ഹിസ്റ്റീരിസിസ് ലോസ്. നമ്മൾ ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഒക്കെ പറഞ്ഞതാണ്. ഇനി ദിസ് ഇസ് മിനിമൈസ്ഡ് ബൈ യൂസിങ് സോഫ്റ്റ് അയൺ കോർ. സോ ദീസ് ആർ ദ ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ, എനർജി ലോസസ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോമർ. The next question is asked in the year March 2016. March 2016 ചോദിച്ചിട്ടുള്ള ഒരു 4 mark question ആണ്. The question is the core of a transformer has the following properties. Core is laminated and hysteresis loop is narrow. Explain the significance of each property. എന്താണ്, ട്രാൻസ്ഫോമറിന്റെ കോറിന് the following properties it has. ഓക്കെ, എന്തൊക്കെയാണ്, കോർ ലാമിനേറ്റഡ് ആണ് ആൻഡ് ഓൾസോ ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഇസ് നാരോ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ റെസണൻസ് ഇൻ ആൻ LCR സർക്യൂട്ട്. എന്താണ് LCR സർക്യൂട്ടിന്റെ റെസണൻസ് എന്ന് പറയുന്നത്? ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം അല്ലെ. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്തിനാണ്, അതായത് കോർ ഓഫ് ട്രാൻസ്ഫോമർ എന്തിനായിരിക്കും ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എഡി കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം കണ്ടതാണ് അത്. എഡി കറണ്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ വിൽ ബി ലാമിനേറ്റഡ്. സെക്കൻഡ് വൺ എന്താണ്, ഹിസ്റ്റീരിസിസ് ലൂപ്പ് ഇസ് നാരോ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു റെഡ്യൂസ് ഹിസ്റ്റീരിസിസ് ലോസ്. ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യെസ്, ഹിസ്റ്റീരിസിസ് ലൂപ്പ് നാരോ ആക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് മെന്റ് ബൈ റെസണൻസ് ഇൻ ആൻ LCR സർക്യൂട്ട്. എന്താണ് ഒരു LCR സർക്യൂട്ടിന്റെ കേസിൽ ഉണ്ടാവുന്ന റെസണൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഒമേഗ L 1/ωc ഈക്വൽ ആവുന്ന സമയത്ത്, അതായത് the impedance of the LCR circuit becomes minimum. അതായത് when omega L is equal to 1/ωc, the impedance of the LCR circuit will becomes minimum. Okay, hence current becomes maximum. Impedance കുറയാന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ റെസിസ്റ്റൻസ് കുറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന കറണ്ട് മാക്സിമം ആയിരിക്കും. And this phenomenon is called resonance. അപ്പൊ the frequency of the applied signal at which the impedance of LCR circuit is minimum and current becomes maximum is called resonance frequency. അപ്പൊ എന്താണ് റെസണൻസ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്, the frequency of the applied signal. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, അല്ലെ ഇംപിഡൻസ് എന്തായിരിക്കും, മിനിമം ആവുന്ന കേസിൽ കറണ്ട് മാക്സിമം ആയിരിക്കും. ആ ഫ്രീക്വൻസിയാണ് റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, when omega L is equal to 1/ωc, the impedance of the LCR circuit becomes minimum, hence current becomes maximum. This phenomenon is called resonance. And the frequency of the applied signal at which the impedance of LCR circuit is minimum and current becomes maximum is called resonance frequency. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2016 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു 3 mark ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് ഈസ്. എന്താണ് മാസിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് എന്നുള്ളതാണ് ഡയോഡ്, കപ്പാസിറ്റർ, ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. ഡയോഡ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് ഓർ റെസിസ്റ്റൻസ്, ഇവയിൽ ഏതാണ് ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്? മാസിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ന്യൂമറിക്കലും കൂടെ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ 2 meter long solenoid having diameter 6 centimeter and 2000 turns as a secondary of 500 turns wound closely near it midpoint. Calculate the mutual inductance between the two coils. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതായത് 2 meter ലോങ് ഉള്ള ഒരു സോളിനോയിഡ് ആണ്. അപ്പൊ എല്ലാം 2 meter ആണ്. ആൻഡ് 6 centimeter, അതായത് ഡയമീറ്റർ 6 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. ഓൾസോ ദ നമ്പർ ഓഫ്
N1 2000 ആണ്, N2 എത്രയാണ് 500 ടേൺസ് ആണ്. ആൻഡ് കാൽക്കുലേറ്റ് ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്, എന്താണ് ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് ഡയോഡ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ഇവയിൽ ഏതാണ്? യെസ്, ഇൻഡക്ടൻസ് ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഇൻഡക്ടൻസ് ഈസ് ദ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതായത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, 2 മീറ്റർ ലോങ് ആയിട്ടുള്ള വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, L is equal to 2 മീറ്റർ എന്ന് എഴുതാം. അതിന്റെ ഡയമീറ്റർ 6 സെന്റിമീറ്റർ ആണ്. N1 is equal to 2000 and N2 is equal to 500. ഡയമീറ്റർ എത്ര? D is equal to 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എങ്ങനെ കാണാം, 6/2 that is 3 സെന്റിമീറ്റർ, that is 3 into 10⁻² മീറ്റർ ആണ്. ഇനി മ്യൂച്വൽ ഇൻഡക്ടൻസ് എങ്ങനെ കാണാം, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0 into N1 N2 A L ആണ്. that is M is equal to μ0 N1 N2 A into L എന്നുള്ളതാണ്. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 6 തന്നിട്ടുണ്ട്, പക്ഷെ ഏരിയ അറിയില്ല അല്ലെ. അപ്പൊ ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. A is equal to πr² ആണ്. സോ that will be 3.14 into r square, that is 3 into 10⁻² the whole square വരും. So m will be equal to μ0 ക്ക് പകരം 4 pi into 10⁻7 into 2000, അതായത് n1 into n2, so 2000 into 500 into 3.14 by 2 into എന്ത് വരും, 3 into 10⁻² the whole square എന്ന് വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.77 into 10⁻³ ഹെൻറി ആണ്. ഓക്കെ, അപ്പൊ അതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ദി സോളിനോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സേ എക്സാം 2016 ചോദിച്ചിട്ടുള്ളതാണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസസ്, ഓപ്ഷൻസ് ആർ ഹെൻറി, ഓംസ്, വോൾട്ട് ആൻഡ് നോ യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹെൻറി, ഓംസ്, വോൾട്ട് ആൻഡ് നോ യൂണിറ്റ്, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഗർ ഗിവൺ ബിലോ ഷോസ് a series LCR circuit connected to a variable frequency source. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. That is a series LCR circuit which is connected to a variable frequency. Okay. ഇനി determine the source frequency at resonance. അപ്പൊ നമ്മളിവിടെ സോഴ്സ് ഫ്രീക്വൻസി ആണ്, റെസണൻസിൽ ഉണ്ടാവുന്ന സോഴ്സ് ഫ്രീക്വൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഏതാണ്? ഹെൻറി, ഓംസ്, വോൾട്ട് ആൻഡ് നോ യൂണിറ്റ്. ഏതാണ് SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്? ദാറ്റ് ഈസ് ഓംസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തന്നിട്ടുള്ള ഫിഗർ ഒരു സീരീസ് LCR സർക്യൂട്ട് ആണ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി സോഴ്സ് ആൻഡ് ഹിയർ വി ഹാവ് ടു ഡിറ്റർമിൻ ദ സോഴ്സ് ഫ്രീക്വൻസി. സോഴ്സ് ഫ്രീക്വൻസി അറ്റ് റെസണൻസ് ആണ് കാണേണ്ടത്. അപ്പൊ ഇക്വേഷൻ ഏതാണ്? F is equal to 1/2π into root of 1/LC ആണ് അല്ലെ. അപ്പൊ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇക്വേഷനകത്ത് തന്നിട്ടുള്ള വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ F will be equal to 1/2π into root of 1/L എത്രയാണ്? 5 ആണ് അല്ലെ, 5 ഹെൻറി ആണ്. Then C is 80 microfarad ആണ്. So 80 into 10⁻6 ആണ്. അപ്പൊ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So what we will get, 1/2π into root of 5 into 80 into 10⁻6 ആണ്. That is 7.96 hertz ആണ്. So that is the variable frequency of the source. Next question is asked in the year March 2017. It is a 3 mark question and the question is, at resonance in an LCR circuit the EMF and current are, options are in phase, out of phase, having a phase difference of π/2 and having a phase difference π/6. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റെസണൻസ് കണ്ടീഷനിൽ ഒരു LCR സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMF-ഉം കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ഇൻ ഫേസ്, ഔട്ട് ഓഫ് ഫേസ്, ഹാവിങ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 ഓർ ഹാവിങ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/6. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് V. അതായത് തന്നിട്ടുള്ള സർക്യൂട്ടിനകത്ത് നമ്മൾ വിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ സർക്യൂട്ട് ക്യാരിങ് ആൻ ഐഡിയൽ coil with negligible resistance the power dissipated is dash. In a circuit carrying ideal coil with negligible resistance what is the power dissipated? And the next question is, in the following circuit find the impedance. നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ടിൽ ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോ ഫസ്റ്റ് കേസിൽ എങ്ങനെ ആൻസർ ചെയ്യാം? റെസൊണൻസ് കണ്ടീഷനകത്ത് ഒരു LCR സർക്യൂട്ടിലെ EMF-ഉം കറണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ദേ ആർ ഇൻ ഫേസ്. അപ്പോ ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണ്, അതായത് ഫസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ, ഇൻ ഫേസ് ആണ്. നെക്സ്റ്റ് വണ്ണിൽ തന്നിട്ടുള്ളത് എന്താണ്? ഒരു ഡയഗ്രം, സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് V, അതായത് ഒരു LCR സർക്യൂട്ട് ആണ് തന്നിട്ടുള്ളത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ്, അതായത് V is equal to root of VL minus VC the whole square plus VR square ആണ്. ഇനി VL-ന്റെ വാല്യൂ എത്രയാണ്? 600 വോൾട്ട് ആണ്. VC 300 വോൾട്ട്, VR 400 വോൾട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V is equal to root of 600 minus 300 the whole plus 400 square ആണ്. That is equal to 500 വോൾട്ട്. ഓക്കെ, അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ സർക്യൂട്ട് ക്യാരിയിങ് ആൻ ഐഡിയൽ കോയിൽ വിത്ത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇസ് ഡാഷ്. എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന പവർ ഡിസിപ്പേറ്റഡ്? അതായത് ഐഡിയൽ കോയിൽ ആണ്, അപ്പൊ ആ കേസിൽ ഉണ്ടാവുന്ന പവർ ഡിസിപ്പേറ്റഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ ഇംപിഡൻസ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ടിന്റെ അകത്തുനിന്ന് എങ്ങനെയാണ് അതിന്റെ ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെയാണ് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? സർക്യൂട്ടിൽ ഏതൊക്കെയാണ്? LCR ആണ് തന്നിട്ടുള്ളത്. സോ Z is equal to root of R square plus L omega minus 1 by C omega the whole square. ഇവിടെ R square ആണ്, അതായത് റെസിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. ഇനി വാല്യൂസ് തന്നിട്ടുണ്ട്. R 5 ohm ആണ്. ദെൻ XL-ന്റെ വാല്യൂ തന്നിട്ടുള്ളത് എത്രയാണ്? 15 ohm. ദാറ്റ് ഈസ് XL is equal to L omega ആണ്. ദാറ്റ് ഈസ് equal to 15 ohm. ആൻഡ് XC എത്രയാണ്? 3 ohm ആണ്. ദാറ്റ് ഈസ് equal to 1 by C omega. സോ X is equal to 1 by C omega is equal to 3 ohm ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? Z is equal root of 5 square plus 15 minus 3 the whole square, അതായത് root of 5 square plus 12 square ആണ്. That is root of 25 plus 144. That is equal to root of 169. എത്രയാണ്? 13 ohm ആണ്. സോ 13 ohm ആണ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഇംപിഡൻസ് എന്ന് പറയുന്നത്. Now hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.